ഇത് കണ്ടോ, ഇതാണ് കുടംപുളി. ഇത് നമ്മുടെ കേരളത്തിൽ ഇത് മീൻ ഉണ്ടാക്കുമ്പം ഇടാനായിട്ട് ഉപയോഗിക്കാം, നമുക്ക് രസത്തിൽ ഇടാൻ ഉപയോഗിക്കാം, അങ്ങനെ പല ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിന്ന് ഒരെണ്ണം പൊളിച്ച് വെച്ചത് ഇതാണ് അതിൻ്റെ കുരു. അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ എടുത്ത് ഈ കുരു കളഞ്ഞിട്ട് ഇതിനെ ഇങ്ങനെ ആക്കി ഇത് 3-4 ദിവസം മുമ്പ് ഉണങ്ങാൻ വെച്ചതാണ്. ആക്ച്വലി ഇങ്ങനെയല്ല ഉണങ്ങുന്നത്, അത് അടിയിൽ പുകച്ചിട്ട് ഇങ്ങനെ വിറക് കത്തിക്കുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ അവർ ഇത് ബേസ് പോലെ കെട്ടി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതിനെ പുക ഇങ്ങനെ കൊളിച്ച് അങ്ങനെയാണ് ഉണക്കാറ് പതിവ്. പക്ഷേ ഇത് ഇവിടെ ഇപ്പം അങ്ങനെയൊന്നുമില്ലല്ലോ ഇക്കാലത്ത്. അതുകൊണ്ട് ഞാനിങ്ങനെ വെയിലത്ത് വെച്ചിട്ടാണ് ഉണക്കുക. അപ്പോൾ അത് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഉണങ്ങിക്കഴിഞ്ഞതാണിത്. ഇതാണ് അതിൻ്റെ ഉണങ്ങിക്കഴിഞ്ഞുള്ളത്. ഇത് വേണ്ട, ഇങ്ങനെയാണ് ഉണങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. ഇനിയും ഉണക്ക് കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. ഇതിന് പറയുന്ന പേരാണ് കുടംപുളി. കുടംപുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് ഒരു പാട്ടില്ലേ. അപ്പോൾ അതിലെ സാധനമാണ് ഈ കുടംപുളി. ഇത് ഉണങ്ങിയതാണ്. ഓക്കെ. അപ്പോൾ ആരുടെയൊക്കെ ഇവിടെ ഒരു ചെറിയ മരം, വലിയൊരു മരം ഉണ്ടായിരുന്നു, അത് പോയി കഴിഞ്ഞ് ഒരു ചെറിയ മരമായി. അത് മറ്റേത് വെട്ടിക്കളഞ്ഞു. അപ്പോൾ ഇതിന് ഇപ്പോൾ ഉണ്ടായതായാണ് ആദ്യമായിട്ടുണ്ടായെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. കാരണം ഞങ്ങൾ ആരും ഇവിടെ ഉണ്ടാവാറില്ല. അപ്പോൾ ഇത്തവണ ഞാനിവിടെ ഉണ്ടായിരുന്നപ്പം അങ്ങനെ കണ്ടാണ് കുറേശ്ശെ പെറുക്കിയെടുത്ത്. ഇത് മഴക്കാലത്താട്ടോ ഉണ്ടാകുന്നത്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോഴാണ് ഇതിൻ്റെ സീസൺ. പിന്നെ ഇങ്ങനെ മഴക്കാലത്ത് അതുകൊണ്ടായിരിക്കാം അടുപ്പിന് മുകളിൽ ചേരു കെട്ടി അതിൻ്റെ മുകളിൽ വെച്ച് ഉണക്കുന്നത്. അപ്പോൾ ഏതായാലും നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ കുടംപുളി ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. കമൻറ്റ് ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര മടിയാണ്, ലൈക്ക് ചെയ്യാനും. പ്ലീസ് നിങ്ങളൊരു ലൈക്ക് എനിക്ക് തരൂ. വേറൊരാൾ വന്ന് അപ്പോഴത്തേക്ക് ഒരാൾ വന്ന് കഴിക്കാൻ വേണ്ടി വന്നാണ്. തപ്പി നടക്കുകയാണ് ആൾ. കണ്ട ബട്ടർഫ്ലൈ അത് ഓർത്തു എന്തോ തിന്ന സാധനമാണ്, പൂവാന്നൊക്കെ വിചാരിച്ച് വന്നതാണ് അവൾ. വീണ്ടും വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, കാരണം ബ്ലൂ കളറിൽ. ഒന്നിരുന്നാലല്ലേ അവനെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. വീണ്ടും വന്നു രണ്ടായിട്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പുള്ളി അത് എന്താ കഴിക്കുകയാണ്. അപ്പോൾ പോയി, അത് അവിടേക്ക് പോയി. മനസ്സിലായി അത് പൂവൊന്നും അല്ല എന്ന് പുള്ളിക്ക് മനസ്സിലായി, അങ്ങ് പോയി. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ പറഞ്ഞപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുളികളാണ് ഇതെല്ലാം. ഇത് കുടംപുളി, ഇത് ചെമ്മീൻ പുളി, ഇതും കുടംപുളി തന്നെ. ഇത് ഈ ചേരിൻ്റെ പുറത്ത് വെച്ച് ഉണക്കിയത്. ഇത് കഴിഞ്ഞ വർഷത്തെയാണ്. ഇത് അനിയത്തി ഉണക്കി, അനിയത്തിയുടെ നിന്ന് തന്നതാണ്. എനിക്ക് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് ഞാൻ പെറുക്കിയെടുത്ത് ഉണക്കിയത്, വെയിലത്ത് വെച്ച് ഉണക്കിയത്. ഇത് ചേരിൻ്റെ പുറത്ത് വെച്ച് ഉണക്കിയത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം നമുക്ക് മനസ്സിലാവും ശരിക്കും. പിന്നെ ഇത് ചെമ്മീൻ പുളി എന്ന് പറയും. ഒരു സൈസ് ഇരുമ്പം പുളി എന്നും പറയും, ചെമ്മീൻ പുളി എന്നും പറയും. അത് അനിയത്തി ഉണക്കി വെച്ചിരുന്നതാണ്. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് അതിൻ്റെ സീസണല്ല, അപ്പോൾ അതുകൊണ്ട് അതിന് പച്ചയ്ക്ക് കിട്ടില്ല. ഇത് അവൾ കഴിഞ്ഞ വർഷം ഉണക്കി വെച്ചിരുന്നതാണ്. ഇത് മീനിനകത്ത് ഇടും കേട്ടോ. ഇതും അതെ. ഇത് നമുക്ക് ഇത് ഇനിയിപ്പം അമ്മ പറയുന്നത് നന്നായിട്ട് ഉണങ്ങിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഉണക്കി, അതിന് ശേഷം ഇതിനകത്ത് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും പുരട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് സോഫ്റ്റ് ആവുകയും ചെയ്യും, ടേസ്റ്റിയും ആവും, ചീത്തയാവുകയും ഇല്ലെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പം നമുക്കത് നോക്കാം കേട്ടോ. ഞാനിത് പാക്കറ്റ് തുറന്ന് കാണിക്കാം. ഇപ്പം ഞാനത് നന്നായിട്ട് ഇത് ഉണക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും ഒഴിക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ട് ഞാൻ ഉപ്പ് മാത്രം ഇടുക. നിങ്ങൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലോണം തിരുമ്മി വെച്ചിരുന്നു കഴിഞ്ഞാൽ നല്ലതാണെന്നാണ് അമ്മ അങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് അമ്മ പറഞ്ഞത്. വെളിച്ചെണ്ണയും കൂടെ ചേർക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പം നമുക്കിത് കുറച്ച് ഉപ്പ് ചേർത്ത് ഒന്ന് തിരുമ്മി വയ്ക്കും. അപ്പോൾ ഇതിൽ ഇങ്ങനെ ചെയ്യുമ്പം ഇതൊന്ന്
എനിക്ക് തോന്നുന്നത് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചെങ്കിൽ മാത്രമേ ഇതിന് കുറച്ച് സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ട്, ഞാനത് എടുത്തോണ്ട് അതും കൂടെ നമുക്ക് ഒഴിക്കാം, അല്ലെങ്കിൽ ഉപ്പ് അതിന്മേ പിടിക്കുന്നില്ല. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതും കൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി. അപ്പം ഇത് കുറേ ദിവസം കഴിയുമ്പോൾ നന്നായിട്ടത് സോഫ്റ്റാവും, പിന്നെ ടേസ്റ്റും വരും നന്നാണ്. അപ്പോൾ ഇത് ചീത്തയാവുകയില്ല, ഫംഗസ് ഒന്നും പിടിക്കില്ല, ചീത്തയാവില്ല. അല്ലെങ്കിലും പുളി അങ്ങനെ ചീത്തയാവാറ് പതിവില്ല, എങ്കിലും ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണെന്നാണ് പറയുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് ഉപ്പും കൂടെ ഇടാം. ഉപ്പ് പോരാന്നൊരു തോന്നൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആക്കാം കേട്ടോ. ഇതിൽ ഉപ്പിട്ടു എന്ന് വെച്ചാൽ കുഴപ്പമില്ല, ഇത് ഒരു കഷ്ണം മതി, ഭയങ്കര പുളിയായില്ല. അപ്പം മീൻ ഉണ്ടാക്കുമ്പോഴോ രസം ഉണ്ടാക്കുമ്പോഴോ ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഇത് ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം പുറത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഡബ്ബയിലിട്ട് സൂക്ഷിക്കുക. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചേരിൽ വെച്ച് ഉണക്കിയ പുളി കാണിച്ചിരുന്നു. അത് കുറച്ച് നല്ലതായിട്ട് കറുത്തൊക്കെ ആയിരിക്കും. ഇത് കണ്ട, ഇത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് അനിയത്തി അങ്ങനെ തന്നെ ഇട്ടാണ് ഉണ്ടാക്കിയത്, അല്ലാണ്ട് എന്നെപ്പോലെ ഞാനിത് കത്തിക്കൊണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തു. ഇത് മഴക്കാലത്താണ് കൂടുതലും ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഉണങ്ങാൻ ഇടയ്ക്ക് ഒരു ശകലം വെയിൽ കിട്ടി, അതുകൊണ്ടാണ് ഞാൻ ആക്കിയത്. ഇത് ഫുള്ളും ചേരിൽ വെച്ച്, അതായത് അടുപ്പിൻ്റെ മുകളിലൊരു തട്ട് കെട്ടി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഉണ്ടാക്കിയത് ഇതാണ്. ഇത് ഉപ്പും എണ്ണയൊക്കെ പുരട്ടി ഇങ്ങനെ വെച്ചിരുന്നതാണ്. ഇനി അടുത്തതുള്ളത് നമ്മൾ കാണിക്കാനാണ്. ഞാൻ ഇരുമ്പം പുളി, അതായത് ചെമ്മീൻ പുളി എന്നൊക്കെ പറയും കേട്ടോ, അത് എണ്ണയൊന്നും പുരട്ടിയിട്ടില്ല. അത് നമുക്ക് മീൻ ഉണ്ടാക്കാനും അച്ചാറുണ്ടാക്കാനും നല്ലതാട്ടോ. ഇത് വെളുത്തുള്ളി ഞാൻ സാധാരണ ഇത് ചെയ്യുന്നത് ഇതിങ്ങനെ ഇരിക്കും ചെറുതായിട്ട്. ഇത് വെയിലത്ത് വെച്ച് ഉണക്കാം. ഇത് ചെറുതായിട്ട് കീറി അതിൻ്റെ വെള്ളം അരിഞ്ഞ് ഒരു ഇത്രയും നീളത്തിലുള്ള പുളിയാണ്. അപ്പോൾ അതിനെ അരിഞ്ഞ് കഴിഞ്ഞ് അതിൻ്റെ വെള്ളം പോയി കഴിയുമ്പോൾ അത് ഉപ്പ് പുരട്ടി വെയിലത്തിട്ട് ഉണക്കിയതാണ് ഇത്. ഇത് നമുക്കിങ്ങനെ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ഉള്ളിയെല്ലാം ചേർത്ത് അച്ചാർ ഉണ്ടാക്കാം, മീൻ കൂട്ടാനിലും ഇടാം. ഇത് അങ്ങനെ നല്ലതാണ്. അപ്പോൾ എനിക്കിഷ്ടമാണ് ഇതിൻ്റെ ഇത് പച്ചയ്ക്കും നല്ലതാണ്. അപ്പോൾ ഇത് 3 തരത്തിലുള്ള പുളിയുണ്ട്. ഇത് നേരത്തെ ഓൾറെഡി ഉപ്പ് പുരട്ടിയതാണ്. ഇത് ഉപ്പും വെളിച്ചെണ്ണയും പുരട്ടി വെച്ചിരുന്നതാണ്. ഇത് ഞാനിപ്പോൾ ചെയ്തതാണ്. അങ്ങനെ 3 പുളി നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഈ പുളി കണ്ടിട്ട് ഭംഗിയുണ്ടല്ലേ. ഇത് കുറേ കഴിയുമ്പം അത് പഴകുമ്പം കറുപ്പ് കളർ വരുന്നതാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുണ്ട് കൂട്ടുകാരെ, പുളികളുടെ ഒരു 3 തരം പുളിയാണത്. 3 രസം ഉണ്ടാക്കാം, അച്ചാറുണ്ടാക്കാം. ഇത് അച്ചാറുണ്ടാക്കാൻ പറ്റില്ല കേട്ടോ, ഞാൻ അച്ചാറുണ്ടാക്കിയിട്ടില്ല. ഇത് അച്ചാറുണ്ടാക്കാറുണ്ട് ഞാൻ. അപ്പം കമൻറ്റിൽ കൂടെ അറിയിക്കുക വേറെ എന്തെങ്കിലും ഇതുകൊണ്ട് അച്ചാറുണ്ടാക്കാൻ പറ്റുമോ. ചിലരിപ്പം ചില സാധനങ്ങൾ കൊണ്ട് ഇപ്പം അച്ചാറൊക്കെ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. യൂട്യൂബിലൊക്കെ കാണാറുണ്ട് ചില സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്യാത്തതും അതൊക്കെ ആയിട്ട്. ഇതിൻ്റെ കുരു പണ്ട് ഞങ്ങളൊരു തമാശയുണ്ട്. പണ്ട് ഇതിൻ്റെ കുരു ഞങ്ങൾ അതിൻ്റെ അകത്തെ കുരുവിൽ നല്ല ജ്യൂസിയാണ്, അപ്പോൾ അത് തിന്നാറ് പതിവുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് പ്രായമായപ്പോഴത്തേക്കും എനിക്കത് വായിലിട്ടപ്പോൾ ഭയങ്കര പുളിയായിട്ട് തോന്നുന്നു. അന്ന് ചെറുപ്പത്തിൽ പുളി കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റി ആയിട്ട് തിന്നുകൊണ്ടിരുന്നു. അതിൻ്റെ കുരു കളയും, അല്ലാതെ അത് ഈ പുഴു പറയും. അപ്പം വയറിന് അസുഖം വരും, അതിൻ്റെ പുളി കഴിക്കരുത് എന്ന് പറഞ്ഞാലും പതുക്കെ. പക്ഷെ ഞങ്ങൾക്കൊന്നും വന്നിരുന്നില്ല കേട്ടോ അന്നൊന്നും. അപ്പോൾ കൂട്ടുകാരെ, അടുത്ത വീഡിയോയിൽ കാണും വരെ.